ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനവും നിയമസഭാംഗത്വവും ഇന്ന് രാജിവെക്കും. മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ടുള്ള കത്ത് ഉച്ചകഴിഞ്ഞ് 3-ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. നിയമസഭാംഗത്വം രാജിവെച്ച് സ്പീക്കർക്കും ഇന്ന് തന്നെ കത്ത് നൽകും. ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ചതിനെ തുടർന്നാണ് ദേവസ്വം, പട്ടികജാതി പട്ടികവർഗ വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന കെ രാധാകൃഷ്ണൻ രാജിവെക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPIM വിജയിച്ച ഏക മണ്ഡലം കൂടിയാണ് ആലത്തൂർ. പട്ടിക വിഭാഗക്കാരായ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള ഉന്നതി സ്റ്റാർട്ടപ്പ് നോളജ് സിറ്റിയുടെ ഉദ്ഘാടനം ആയിരുന്നു മന്ത്രി എന്ന നിലയിലുള്ള രാധാകൃഷ്ണന്റെ അവസാന പരിപാടി. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്നവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് എത്തിക്കുക എന്നതുകൂടി ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമെടുക്കുന്നുണ്ട്. കെ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ തൽക്കാലം മുഖ്യമന്ത്രി ഏറ്റെടുക്കും. പകരം മന്ത്രി ആരെന്നത് സംബന്ധിച്ച CPIM സംസ്ഥാന സമിതി യോഗം തീരുമാനമെടുക്കും. മാനന്തവാടി MLA OR കേളുവിനാണ് കൂടുതൽ സാധ്യത. വകുപ്പുകളിൽ എന്തെങ്കിലും തരത്തിൽ മാറ്റം വരുത്തണമോ എന്നതും CPIM തീരുമാനിക്കും. പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള നിരവധി പദ്ധതികൾക്ക് രൂപം നൽകിയും നടപ്പാക്കിയുമാണ് കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയുന്നത്. ഇക്കാലയളവിൽ ദേവസ്വം ബോർഡിനെ വിവാദങ്ങളില്ലാതെ കൊണ്ടുപോകാനും കെ രാധാകൃഷ്ണനായി. 24 തിരുവനന്തപുരം.